തമിഴ്നാട്ടിൽ ട്രെയിനിൽ നിന്നും വീണ ഗർഭിണി മരിച്ചു. തെങ്കാശി ശങ്കരൻകോവിൽ സ്വദേശിനി കസ്തൂരിയാണ് മരിച്ചത്. ചെന്നൈ എഗ്മൂർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യവേ വിരുദാചലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, എന്താണ് ഈ അപകട വാർത്തയുടെ വിശദാംശങ്ങൾ? വേണു, ഈ കുട്ടിയുടെ, അതായത് ഈ ശങ്കരൻകോവിലാണ് ഇവരുടെ വീട്. ചെന്നൈയിൽ നിന്ന് ശങ്കരൻകോവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഇവരുടെ വളകാപ്പ് ചടങ്ങ് ഞായറാഴ്ച നടക്കാനിരിക്കുകയായിരുന്നു കസ്തൂരിയുടെയും. അതുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഈ പറഞ്ഞ ശങ്കരൻകോവിലേക്ക് യാത്ര തിരിച്ചത്. അതിനിടയിലാണ് ഈ ദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നത്. ട്രെയിനിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകാനായി പോയതായിരുന്നു ഈ കുട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ തുറന്നു കിടന്ന വാതിൽ വഴി പുറത്തേക്ക് വീഴുകയായിരുന്നു. പക്ഷേ ഒരു വലിയ ഗുരുതരമായ ആരോപണവുമായി കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് അഭയചങ്ങല വലിച്ചെങ്കിലും ട്രെയിൻ നിർത്തിയില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല 7 കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ട്രെയിൻ നിന്നത്. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്താനായത്. അല്ലായിരുന്നുവെങ്കിൽ, അപ്പോൾ തന്നെ ട്രെയിൻ നിർത്തിയിരുന്നെങ്കിൽ ജീവനോടെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം എന്തായാലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. വിരുദാചലത്താണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. അതിന് നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അത് കഴിഞ്ഞ് ശങ്കരൻകോവിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ആരോപണത്തിന്റെ പേരിൽ, ഈ പറഞ്ഞ രീതിയിൽ അപായചങ്ങല വലിച്ചിട്ടും ട്രെയിൻ നിർത്തിയില്ല എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നുണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ വിവരങ്ങൾ.